ബംഗാളിൽ കോൺഗ്രസിന് കൈകൊടുത്ത് സിപിഎം. ബംഗാളിൽ കോൺഗ്രസിന്റെ കൈപിടിക്കാൻ സിപിഎം കേന്ദ്ര കമ്മിറ്റിയുടെ അനുമതി. സിപിഎമ്മിന്റെ 2 കോൺഗ്രസിന്റെ 4 സിറ്റിംഗ് സീറ്റുകളിൽ പരസ്പരം മത്സരിക്കേണ്ടെന്ന നിർദ്ദേശം സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗീകരിച്ചു. ഏകകണ്ഠമല്ല തീരുമാനം. തമിഴ്നാട്, മഹാരാഷ്ട്ര, ബീഹാർ സംസ്ഥാനങ്ങളിൽ സിപിഎം കോൺഗ്രസ് അടങ്ങുന്ന സഖ്യത്തിന്റെ ഭാഗമാണ്. സിപിഎമ്മിൽ യെച്ചൂരി കാരാട്ട് വിഭാഗങ്ങൾ തമ്മിൽ തർക്കത്തിനിടയാക്കിയ വിഷയത്തിലാണ് ഒടുവിൽ യെച്ചൂരി പക്ഷത്തിന്റെ നിലപാട് അംഗീകരിക്കപ്പെടുന്നത്. ബംഗാൾ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസുമായി സഖ്യമോ ധാരണയുണ്ടാക്കാൻ 2016 സംസ്ഥാന ഘടകം കൊണ്ടുവന്ന നിർദ്ദേശം കേന്ദ്ര കമ്മിറ്റി വോട്ടിനിട്ട് തള്ളിയിരുന്നു. ഇതിനെ മറികടന്ന സംസ്ഥാന ഘടകത്തോട് പിന്നീട് തിരുത്തൽ നടപടികൾ നിർദ്ദേശിച്ചു. പാർട്ടി കോൺഗ്രസിലും യെച്ചൂരി പക്ഷത്തിന് പൂർണ്ണ വിജയം നേടാനായില്ല. ഒടുവിൽ ബംഗാളിലെ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞാണ് 6 സീറ്റുകളിൽ കോൺഗ്രസുമായി നീക്കുപോക്കാകാമെന്ന കേന്ദ്ര കമ്മിറ്റിയുടെ ഭൂരിപക്ഷ തീരുമാനം. Today 6 sitting seats which are neither BJP nor Trinamool in the Lok Sabha existing sitting seats where there are 4 of the Congress and 2 of the CPIM. So we have decided that in these 6 seats there should be no mutual contest. സിപിഎം സിറ്റിംഗ് സീറ്റുകളായ റായ്ഗഞ്ചിലും മുർഷിദാബാദിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ നിർത്തരുത്. വടക്കൻ ബംഗാളിലെ കോൺഗ്രസിന്റെ 4 സിറ്റിംഗ് സീറ്റുകളിൽ സിപിഎം സ്ഥാനാർത്ഥികളെ നിർത്തില്ല. റായ്ഗഞ്ചിൽ PB അംഗം മുഹമ്മദ് സലീമിനെതിരെ മത്സരിക്കാനൊരുങ്ങിയ ദീപാദാസ് മുൻഷിയെ പിന്തിരിപ്പിക്കാൻ കോൺഗ്രസ് തയ്യാറാകുമോ എന്നതിനെ അനുസരിച്ചിരിക്കും നീക്കുപോക്കിന്റെ ഭാവി. അവശേഷിക്കുന്ന 36 സീറ്റുകളുടെ കാര്യത്തിൽ ഇടതുമുന്നണി മാർച്ച് 8 തീരുമാനമെടുക്കും. മഹാരാഷ്ട്രയിൽ NCP സഖ്യത്തിന്റെ ഭാഗമായി സിപിഎം പാൽഗർ, ദിണ്ടോരി സീറ്റുകളിൽ 1 മത്സരിക്കും. ബീഹാറിൽ RJD സഖ്യത്തിന്റെ ഭാഗമായി ഊജിയാർപൂർ സീറ്റിൽ, തമിഴ്നാട്ടിൽ DMK സഖ്യത്തോടൊപ്പം മത്സരിക്കാനും ഒഡീഷയിൽ ഓരോ നിയമസഭാ, ലോക്സഭാ സീറ്റുകളിൽ കോൺഗ്രസുമായി നീക്കുപോക്കുണ്ടാക്കാനും കേന്ദ്ര കമ്മിറ്റിയിൽ തീരുമാനമായി. എം ഉണ്ണികൃഷ്ണൻ, ന്യൂസ് 18, ഡൽഹി. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള സിപിഎം സ്ഥാനാർത്ഥികളെ നാളെ അറിയാം. നാളെ ചേരുന്ന സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനമെടുക്കും. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് BV അരുൺ ചേരുന്നു. അരുൺ, ആരെല്ലാമായിരിക്കും സ്ഥാനാർത്ഥികളാകുക? കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ മത്സരിക്കും. ഇക്കാര്യത്തിലെല്ലാം പൂർണ്ണമായ അധികാരം സംസ്ഥാന ഘടകത്തിന് നൽകിക്കൊണ്ട് സിപിഎം ജനറൽ സെക്രട്ടറി മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു അല്പം മുൻപ്. എന്തെല്ലാം വിശദാംശങ്ങളാണ് സ്ഥാനാർത്ഥി പട്ടിക സംബന്ധിച്ച്, എന്തെല്ലാം സൂചനകളാണ് ലഭിക്കുന്നത്? 2 ദിവസത്തെ സെക്രട്ടേറിയറ്റ് യോഗവും 2 ദിവസത്തെ സംസ്ഥാന സമിതിയുമാണ് നേരത്തെ തീരുമാനമായിരുന്നു. പക്ഷേ ഇന്ന് കേന്ദ്ര കമ്മിറ്റി കഴിഞ്ഞിട്ട് ഉള്ള അറിയിപ്പ് പ്രകാരം നാളെ സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരും. മറ്റന്നാൾ പാർലമെന്റ് മണ്ഡലം കമ്മിറ്റികളാണ് ചേരുക. അതായത് നാളെ തന്നെ സിപിഎം സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനമെടുക്കും. ആ തീരുമാനം പാർലമെന്റ് കമ്മിറ്റികളുടെ അംഗീകാരത്തിൽ അല്ലെങ്കിൽ അവിടെ ചർച്ചകൾക്കായി വിടും. സ്ഥാനാർത്ഥികളെ തീരുമാനിച്ച് അവിടെ കൊടുക്കും. അവിടെ നിന്ന് കൃത്യമായ ചർച്ചകൾക്ക് ശേഷമാകും സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ പിന്നീട് സംസ്ഥാന സമിതി 7-8 തീയതി സംസ്ഥാന സമിതി അന്തിമ തീരുമാനമെടുക്കുക. നാളെ തന്നെ സിപിഎമ്മിന്റെ സ്ഥാനാർത്ഥികളെ കൃത്യമായ ധാരണ പുറത്തുവരികയും ചെയ്യും. സിറ്റിംഗ് എംപിമാരിൽ ആലത്തൂരിലെ PK ബിജു ഒഴികെയുള്ളവർ മത്സരിക്കാനാണ് ഇപ്പോഴത്തെ സാധ്യത. ആറ്റിങ്ങലിൽ A സമ്പത്ത് തന്നെ സ്ഥാനാർത്ഥിയായി വീണ്ടും വരും. കണ്ണൂരിൽ PK ശ്രീമതിയും പാലക്കാട് MP രാജേഷും മത്സരിക്കും. ഇടുക്കിയിൽ ജോയ്സ് ജോർജ് തന്നെയാണ് സ്ഥാനാർത്ഥി എന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. മറ്റു മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിലാണ് തീരുമാനമാകാനുള്ളത്. നാളെ ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അത് സംബന്ധിച്ച കൃത്യമായ ചർച്ചകൾ നടക്കുകയും പാർലമെന്റ് കമ്മിറ്റികളോട് ഈ സ്ഥാനാർത്ഥി പട്ടികയുടെ കാര്യത്തിൽ ചർച്ച നടത്തി തീരുമാനം അറിയിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യും. നാളെ തന്നെയാണ് പ്രധാനപ്പെട്ട സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി യോഗം ചേരുക. സിപിഎം സ്ഥാനാർത്ഥികളെ നാളെ സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ തീരുമാനമാകും. BV അരുണാണ് വിശദാംശങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്ത് C. ദിവാകരൻ CPI സ്ഥാനാർത്ഥി. മാവേലിക്കരയിൽ ചിറ്റയം ഗോപകുമാറും തൃശൂരിൽ രാജാജി മാത്യു തോമസും മത്സരിക്കും. വയനാട്ടിൽ PP സുനീറാകും സ്ഥാനാർത്ഥി. തൃശൂരിൽ സിറ്റിംഗ് MP CN ജയദേവനെ ഒഴിവാക്കിയപ്പോൾ സ്ഥാനാർത്ഥി പട്ടികയിൽ 2 MLA-മാർ ഇടം പിടിച്ചു. ഇത്തവണയും CPI വനിതകളെ മത്സരിപ്പിക്കുന്നില്ല. തിരുവനന്തപുരം ജില്ലാ കൌൺസിൽ നൽകിയ പട്ടികയിലെ ആദ്യ പേരുകാരൻ കാനം രാജേന്ദ്രൻ മത്സരിക്കാനില്ലെന്ന് CPI സംസ്ഥാന എക്സിക്യൂട്ടീവിനെ അറിയിക്കുകയായിരുന്നു. ഇതോടെയാണ് C. ദിവാകരന് വഴി തെളിഞ്ഞത്. കാനവും ദിവാകരനെ പിന്തുണച്ചു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പേയ്മെന്റ് സീറ്റ് വിവാദത്തിൽ പാർട്ടി നടപടി നേരിട്ട ദിവാകരൻ അപ്രതീക്ഷിതമായാണ് സ്ഥാനാർത്ഥിയാകുന്നത്. പ്രധാന നേതാവിനെ തന്നെ തിരുവനന്തപുരം പിടിക്കാൻ നിയോഗിക്കണമെന്ന അഭിപ്രായവും CPM-ന് ഏറ്റവും സമ്മതനായ നേതാവെന്ന ഘടകവും ദിവാകരന് തുണയായി. ഞാൻ എന്നും ഏത് വെല്ലുവിളിയായിട്ടെടുക്കും. എനിക്ക് വെല്ലുവിളിയൊന്നുമില്ല. ഏത് വെല്ലുവിളിയായിട്ടെടുക്കും. ഏറെക്കുറെ മുൻനിശ്ചയിക്കപ്പെട്ട സ്ഥാനാർത്ഥിത്വമാണ് മാവേലിക്കരയിലേത്. 3 ജില്ലാ കമ്മിറ്റികളുടെ സാധ്യതാ പട്ടികയിലും അടൂർ MLA ചിറ്റയം ഗോപകുമാർ ഇടം പിടിച്ചിരുന്നു. പാർട്ടി എന്താണോ തീരുമാനിക്കുന്നത്
പാർട്ടിയുടെ ഒരു ഉത്തരവാദിത്വ പ്രവർത്തനം നിലയിൽ പാർട്ടി തീരുമാനം നടത്താൻ. ലോക്സഭയിലെ ഏക സിറ്റിംഗ് എം പിയെ തഴഞ്ഞാണ് രാജാജി മാത്യു തോമസിനെ സീറ്റ് നിലനിർത്താൻ തൃശൂരിൽ നിയോഗിക്കുന്നത്. മുതിർന്ന നേതാവ് സത്യൻ മൊകേരിയെ മറികടന്നാണ് വയനാട്ടിൽ PP സുനീറിനെ പരിഗണിച്ചത്. കേന്ദ്ര നേതൃയോഗങ്ങൾക്ക് ശേഷമാകും ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനം. കാര്യമായ അത്ഭുതങ്ങൾ ഒന്നും ഉണ്ടായില്ല. ജില്ലാ കൗൺസിലുകൾ നൽകിയ പട്ടികയിൽ നിന്ന് തന്നെ CPI സംസ്ഥാന നേതൃത്വം 4 സ്ഥാനാർത്ഥികളെയും കണ്ടെത്തി. ഏക സിറ്റിംഗ് MP CN ജയദേവനെ ഒഴിവാക്കിയതും സി ദിവാകരന്റെ സ്ഥാനാർത്ഥിത്വമാണ് ശ്രദ്ധേയം. വി അരുൺ, ന്യൂസ് 18 തിരുവനന്തപുരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയുമായുള്ള സീറ്റ് ചർച്ചയ്ക്ക് ജനതാദൾ എസ് 4-അംഗ സമിതിയെ ചുമതലപ്പെടുത്തി. കൊച്ചിയിൽ ചേർന്ന സംസ്ഥാന സമിതിയുടേതാണ് തീരുമാനം. പ്രസിഡന്റ് കെ കൃഷ്ണൻകുട്ടി, ഭാരവാഹികളായ മാത്യു ടി തോമസ്, CK നാണു, നീലലോഹിതദാസൻ നാടാർ എന്നിവരടങ്ങുന്ന സമിതിയാകും ചർച്ച നടത്തുക. കോട്ടയത്തിന് പകരം ഏത് സീറ്റ് ആവശ്യപ്പെടണമെന്ന് തീരുമാനിച്ചിട്ടില്ല. എറണാകുളം ഉൾപ്പെടെ ഏത് സീറ്റിലും മത്സരിക്കാൻ തയ്യാറാണ്. എന്നാൽ ഇത് ഇടതുമുന്നണിയുമായി ആലോചിക്കണമെന്നും സംസ്ഥാന പ്രസിഡന്റ് കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. അതേസമയം കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകും. പേര് വെച്ച് ചർച്ച ചെയ്യാതെ KPCC തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം പിരിഞ്ഞു. മുതിർന്ന നേതാക്കൾ കൂടിയാലോചിച്ച് പട്ടിക തയ്യാറാക്കി കേന്ദ്ര സ്ക്രീനിംഗ് കമ്മിറ്റിക്ക് സമർപ്പിക്കും. UDF സീറ്റ് വിഭജനത്തിന് വിശദമായ ചർച്ച നടക്കും. പല DCCകളും സീറ്റ് മോഹികളുടെ മുഴുവൻ പേരും ഉൾപ്പെടുത്തിയാണ് പട്ടിക സമർപ്പിച്ചത്. ചില DCCകൾ ആരെയും പിണക്കാതിരിക്കാൻ പട്ടിക നൽകിയതുമില്ല. ഇതിനൊപ്പം 32 അംഗങ്ങളടങ്ങുന്ന തിരഞ്ഞെടുപ്പ് കമ്മിറ്റിയിൽ സ്ഥാനാർത്ഥികളുടെ പേര് ചർച്ച ചെയ്തു തീരുമാനിക്കുന്നതിലെ അപ്രായോഗികതയും മുതിർന്ന നേതാക്കൾ യോഗം തുടങ്ങും മുമ്പ് തന്നെ ചൂണ്ടിക്കാട്ടി. ഇതോടെ യോഗത്തിന്റെ തുടക്കത്തിൽ തന്നെ സ്ഥാനാർത്ഥികളുടെ പേരുകളിലേക്ക് കടക്കേണ്ടതില്ലെന്ന് നിർദ്ദേശം വന്നു. KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക് എന്നിവർ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി അംഗങ്ങൾ ഓരോരുത്തരുടെയും അഭിപ്രായം പ്രത്യേകം കേട്ടു. ചർച്ചകൾ പൂർത്തിയായിട്ടില്ല. മെമ്പർമാരുമായിട്ടൊക്കെ തന്നെ ഞങ്ങൾ വിശദമായ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് സ്ഥാനാർത്ഥി നടത്താനാണ് ഇപ്പോഴത്തെ തീരുമാനം. പേരുകൾ വെച്ച് ചർച്ച ചെയ്തില്ലെങ്കിലും സംസ്ഥാന നേതാക്കളുടെ അഭിപ്രായം കേന്ദ്ര സ്ക്രീനിംഗ് കമ്മിറ്റി കൈമാറുമെന്ന് മുകുൾ വാസ്നിക് അറിയിച്ചു. These recommendations will be placed before the screening committee and then finally a decision will be taken in the Central Election Committee. മത്സരിക്കാൻ താല്പര്യമില്ലെന്ന മുൻ KPCC അധ്യക്ഷൻ VM സുധീരൻ നേതൃത്വത്തെ അറിയിച്ചു. ആരെയും പിണക്കാതെ ജംബോ പട്ടിക നൽകി DCCകൾ. ആരെ പിണക്കുമെന്നറിയാതെ KPCC. യോഗം ചേർന്ന് സമ്മർദ്ദം ശക്തമാക്കി ഗ്രൂപ്പുകൾ. ഇത്തവണയും കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയത്തിൽ മാറ്റമൊന്നും വന്നിട്ടില്ല. കിരൺ ബാബു, പൊളിറ്റിക്കൽ ബ്യൂറോ, ന്യൂസ് 18. മുന്നണിയിലെ സീറ്റ് തർക്കം സൌകര്യമായി കണ്ടും കോൺഗ്രസ്. 8 സിറ്റിംഗ് സീറ്റുകളിൽ 4 ആര് മത്സരിക്കണമെന്നതിൽ കോൺഗ്രസിൽ കടുത്ത തർക്കം നിലനിൽക്കുകയാണ്. 2ാം സീറ്റിനായുള്ള കേരള കോൺഗ്രസിന്റെ അവകാശവാദത്തിൽ സ്വന്തം സ്ഥാനാർത്ഥി തർക്കവും ഗ്രൂപ്പ് പോരും ഒളിപ്പിക്കാനാണ് കോൺഗ്രസിന്റെ ശ്രമം. തിരുവനന്തപുരത്ത് ശശി തരൂർ, മാവേലിക്കരയിൽ കൊടിക്കുന്നിൽ സുരേഷ്, എറണാകുളത്ത് KV തോമസ്, കോഴിക്കോട് MK രാഘവൻ. ഈ 4 സിറ്റിംഗ് സീറ്റുകളാണ് തർക്കരഹിതം. 2014 വിജയിച്ച വടകരയിൽ സിറ്റിംഗ് MP KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ മത്സരത്തിനില്ല. അന്തരിച്ച MI ഷാനവാസിന്റെ മണ്ഡലമായിരുന്ന വയനാട്ടിലും പുതിയ സ്ഥാനാർത്ഥിയെ കണ്ടെത്തണം. കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റായ പത്തനംതിട്ടയിൽ ആന്റോ ആന്റണിക്കെതിരെ DCC തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. ആലപ്പുഴയിൽ സിറ്റിംഗ് MP KC വേണുഗോപാൽ മത്സരിക്കാൻ തയ്യാറാണെങ്കിലും കോൺഗ്രസിന്റെ ദേശീയതല സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ള തിരക്കുകൾ അദ്ദേഹത്തിന് പ്രതിസന്ധിയാകും. ഇതിനു പുറമെയാണ് കഴിഞ്ഞ തവണ മത്സരിച്ച് പരാജയപ്പെട്ട സീറ്റുകളിലെ സ്ഥാനാർത്ഥി നിർണയം. കണ്ണൂരിൽ ആര് മത്സരിക്കണമെന്ന് സംബന്ധിച്ച് K സുധാകരന്റെ തീരുമാനം നിർണായകമാകും. ആറ്റിങ്ങൽ, ഇടുക്കി, തൃശൂർ, ചാലക്കുടി, പാലക്കാട്, ആലത്തൂർ, കാസർഗോഡ് തുടങ്ങിയ സീറ്റുകളിലേക്ക് പുതിയ സ്ഥാനാർത്ഥികളെ കണ്ടെത്തണം. ഗ്രൂപ്പ്, ജാതി, മത സമവാക്യങ്ങൾക്കൊപ്പം ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചിട്ടുള്ള വനിതാ, ചെറുപ്പക്കാർ എന്നിവ കൂടി പരിഗണിച്ചു വേണം ഈ സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാൻ. ഇതിനൊപ്പം ചില മണ്ഡലങ്ങൾ വച്ചുമാറുന്നത് സംബന്ധിച്ച ഗ്രൂപ്പ് തർക്കവും ഉണ്ടായിട്ടുണ്ട്. I ഗ്രൂപ്പിന്റെ സീറ്റായ വയനാടിനായി A ഗ്രൂപ്പ് ചരടുവലി നടത്തുന്നുണ്ട്. ഈ തർക്കങ്ങൾ പരിഹരിക്കാനുള്ള സാവകാശമായിട്ടാണ് മുന്നണിയിലെ പ്രശ്നങ്ങളെ കോൺഗ്രസ് കാണുന്നത്. അവകാശവാദങ്ങൾ എന്തായാലും നാമനിർദ്ദേശ പത്രിക നൽകുന്നതിനുള്ള അവസാന ദിവസം വരെ നീളും ചില സീറ്റുകളിലെങ്കിലും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയം. പൊളിറ്റിക്കൽ ഡെസ്ക്, ന്യൂസ് 18. PJ ജോസഫിന് സീറ്റ് കൊടുക്കില്ലെന്ന നിലപാടിൽ ഉറച്ച KM മാണി. കേരള കോൺഗ്രസിന്റെ ലോക്സഭാ സ്ഥാനാർത്ഥി ആരാകണമെന്ന് പാർട്ടി തീരുമാനിക്കുമെന്ന് ജോസ് കെ മാണി പറഞ്ഞു. ജോസഫിനെ അനുനയിപ്പിച്ച് ഒപ്പം നിർത്താനുള്ള നീക്കങ്ങളും കേരള കോൺഗ്രസിൽ തുടരുകയാണ്. മത്സരിക്കുമെന്ന് PJ ജോസഫ് പലതവണ പറഞ്ഞെങ്കിലും KM മാണിക്കും ജോസ് കെ മാണിക്കും ഒട്ടുമായവില്ല. ജോസഫിന്റെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് ജോസ് കെ മാണിയുടെ പ്രതികരണവും ഇങ്ങനെ: ഒരു സീറ്റാണെങ്കിൽ ആരായിരിക്കും സ്ഥാനാർത്ഥി? PJ തന്നെ. അത് പാർട്ടി തീരുമാനിക്കട്ടെ.
നാളെ കോൺഗ്രസുമായുള്ള ഉഭയകക്ഷി ചർച്ച നടക്കാനിരിക്കെ 2 സീറ്റ് എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കേരള കോൺഗ്രസ്. സീറ്റ് നൽകാനാകില്ലെന്ന് കോൺഗ്രസ് പറഞ്ഞ കാര്യം ജോസ് കെ മാണി സ്ഥിരീകരിച്ചു. അവരുടെ ബുദ്ധിമുട്ട് അവർ അറിയിച്ചു, ഞങ്ങളുടെ ബുദ്ധിമുട്ട് ഞങ്ങളും അങ്ങോട്ട് അറിയിച്ചു, നമ്മുടെ വാദങ്ങളൊക്കെ മുന്നോട്ട് വെച്ചു. അപ്പോൾ നാളെ ബാക്കി കാര്യങ്ങൾ ചർച്ച ചെയ്യാം. നാളത്തെ ചർച്ചയ്ക്ക് മുൻപ് ജോസഫിനെ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങൾ കേരള കോൺഗ്രസ് എമ്മിൽ സജീവമാണ്. മതമേലധ്യക്ഷന്മാർ വഴിയാണ് നീക്കം തുടരുന്നത്. സീറ്റ് കിട്ടിയില്ലെങ്കിൽ പാർട്ടി വീണ്ടും രണ്ടാകുമെന്ന മുന്നറിയിപ്പാണ് ജോസഫ് നൽകുന്നത്. ജി ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. BDJS അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചേക്കും. ആലപ്പുഴയിൽ ചേർന്ന പാർട്ടി സംസ്ഥാന കൌൺസിൽ തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കണമെന്ന് ഏകകണ്ഠമായി ആവശ്യപ്പെട്ടു. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടെന്ന വെള്ളാപ്പള്ളിയുടെ അഭിപ്രായത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അത് അദ്ദേഹത്തിന്റെ ആഗ്രഹം മാത്രമാണെന്നും തീരുമാനമല്ലെന്നും തുഷാർ പ്രതികരിച്ചു. കണക്ക് നിരത്തി അമിത്ഷാ. ബലാകോട്ട് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണത്തെ ചൊല്ലി രാഷ്ട്രീയ വിവാദം. 250 ഭീകരർ കൊല്ലപ്പെട്ടെന്ന് BJP അധ്യക്ഷൻ അമിത്ഷാ അവകാശപ്പെട്ടു. കൊല്ലപ്പെട്ടവരുടെ എണ്ണം അറിയില്ലെന്നും കണക്ക് വ്യോമസേന എടുക്കാറില്ലെന്നുമായിരുന്നു എയർ ചീഫ് മാർഷൽ BS ധനോവയുടെ പ്രതികരണം. സൈന്യത്തെ തെരഞ്ഞെടുപ്പ് നേട്ടത്തിനായി BJP ഉപയോഗിക്കുകയാണെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. ബലാക്കോട്ടിൽ കൊല്ലപ്പെട്ട ഭീകരരുടെ എണ്ണത്തെക്കുറിച്ച് ആദ്യമായാണ് BJP അധ്യക്ഷന്റെ പ്രതികരണം. പുൽവാമ ആക്രമണത്തിന് ശേഷം മിന്നലാക്രമണം ഉണ്ടാകില്ലെന്ന് എല്ലാവരും പറഞ്ഞു നടന്നപ്പോൾ നരേന്ദ്രമോദി സർക്കാർ വ്യോമാക്രമണത്തിന് ഉത്തരവിട്ടു. 250 ഭീകരരെയാണ് ഒറ്റയടിക്ക് കൊന്നത്. ഇന്ത്യക്ക് ഒരു നഷ്ടവും സംഭവിച്ചതുമില്ല. വിംഗ് കമാൻഡർ അഭിനന്ദനെ തിരിച്ചുകൊണ്ടുവന്നത് മോഡിയുടെ ഇച്ഛാശക്തിയാണെന്നും അമിത്ഷാ പറഞ്ഞു. എന്നാൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണത്തെക്കുറിച്ച് അറിയില്ലെന്നായിരുന്നു വ്യോമസേനാ മേധാവി BS ധനോവയുടെ പ്രതികരണം. Air Force is not in a position to clarify that how many people were inside that way. We don't count human casualties. We count what targets have we hit or not hit. ആക്രമണത്തിൽ ഒരാൾ പോലും മരിച്ചിട്ടില്ലെന്ന അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകളെപ്പറ്റി പ്രധാനമന്ത്രി പ്രതികരിക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. Is it that the international media is pro-Pakistan? Is the Prime Minister now going to say that the international media by saying this is pro-Pakistan? ബാലാക്കോട്ട് ആക്രമണവും അഭിനന്ദനെ വിട്ടുകിട്ടിയതും പ്രധാനമന്ത്രിയുടെ നേട്ടമായി ഉയർത്തിക്കാണിക്കുക. പുൽവാമ ഭീകരാക്രമണത്തിന് പിന്നിലെ സുരക്ഷാ വീഴ്ചകളെ ചർച്ചകളിൽ നിന്ന് മാറ്റി നിർത്തുക. ദേശീയത ഉപയോഗിച്ചുള്ള BJPയുടെ ഈ പ്രചാരണ തന്ത്രത്തെ ചെറുക്കുകയെന്നതാണ് പ്രതിപക്ഷത്തിന് മുന്നിലുള്ള വെല്ലുവിളി. ഡൽഹിയിൽ നിന്ന് M. ഉണ്ണികൃഷ്ണൻ, ന്യൂസ് 18. കശ്മീർ അതിർത്തിയിൽ പാകിസ്ഥാന്റെ വെടിനിർത്തൽ ലംഘനം തുടരുന്നു. പൂഞ്ച്, രജൌരി ജില്ലകളിൽ ഇന്നും ഇന്ത്യൻ സൈനിക പോസ്റ്റുകൾക്ക് നേരെ വെടിവെപ്പുണ്ടായി. അതിനിടെ പാകിസ്ഥാൻ വ്യോമഗതാഗതം വീണ്ടും നിർത്തിവെച്ചു. യാത്രാ വിമാനങ്ങൾ പതിവ് പോലെ സർവീസ് നടത്തുമെന്ന് ഇന്നലെ അറിയിച്ചിരുന്നെങ്കിലും ഇന്ന് വിമാന സർവീസുകൾ നിർത്തുകയായിരുന്നു. ഭീഷണികൾ അവസാനിച്ചിട്ടില്ലെന്നും പാകിസ്ഥാൻ അതീവ ജാഗ്രതയിലാണെന്നും പാക് വ്യോമസേനാ മേധാവി മുജാഹിദ് അൻവർ ഖാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് പാകിസ്ഥാൻ വ്യോമഗതാഗതം നിർത്തിയത്. ജപ്തി നടപടികൾ നിർത്തിവെക്കാൻ സഹകരണ ബാങ്കുകൾക്ക് സർക്കാർ നിർദ്ദേശം. കർഷക ആത്മഹത്യകൾ തുടരുന്ന സാഹചര്യത്തിൽ വിഷയം ചർച്ച ചെയ്യാൻ മറ്റന്നാൾ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി യോഗം ചേരും. നാളെ ചേരുന്ന മന്ത്രിസഭാ യോഗവും ഇക്കാര്യം ചർച്ച ചെയ്യും. കർഷക ആത്മഹത്യ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് സർക്കാരിന്റെ ഇടപെടൽ. ജപ്തി നടപടികൾ നിർത്തിവെക്കാൻ സഹകരണ ബാങ്കുകൾക്ക് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ നിർദ്ദേശം നൽകി. ഈ മാസം 12-ന് റിസർവ് ബാങ്കും നബാർഡുമായും സഹകരണ മന്ത്രിയും ചീഫ് സെക്രട്ടറിയും ചർച്ച നടത്തും. ഇതെല്ലാം തന്നെ നിർത്തിവെക്കാനായിട്ടുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. കൃഷിക്കാരന്റെ വായ്പയുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ നടപടികളിലേക്ക് സംസ്ഥാനത്തെ സഹകരണ ബാങ്കുകൾ നീങ്ങില്ല. കാർഷിക വായ്പ എടുത്തവർ മാത്രമല്ല മറ്റു വായ്പകൾ എടുത്ത കർഷകരും കടക്കണിയിൽ കുടുങ്ങിയെന്നാണ് സർക്കാർ വിലയിരുത്തൽ. ബാങ്കുകളുടെ നോട്ടീസ് കിട്ടുമ്പോഴേക്കും ദയവായി കർഷകർ ഭയവിഹ്വലരാവേണ്ട കാര്യമില്ല. സംസ്ഥാന ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ അതിന് പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള നടപടി എടുത്തുകൊണ്ടിരിക്കുകയാണ്. പ്രളയത്തെ തുടർന്ന് കാർഷിക വായ്പകൾക്ക് നേരത്തെ 1 വർഷത്തെ മൊറട്ടോറിയം ബാങ്കുകൾ പ്രഖ്യാപിച്ചിരുന്നു. ഈ ഇളവ് കർഷകരുടെ എല്ലാ വായ്പകൾക്കും വേണമെന്നാണ് ആവശ്യം. ന്യൂസ് 18 തിരുവനന്തപുരം. ജപ്തി നടപടികൾ നിർത്തിവെക്കാനുള്ള സർക്കാർ നിർദ്ദേശത്തിനിടെ വീണ്ടും നോട്ടീസുകൾ അയച്ച് സഹകരണ ബാങ്കുകൾ. കോഴിക്കോട് ജില്ലാ സഹകരണ ബാങ്ക് ഇന്ന് മാത്രം 6 പേരുടെ സ്വത്ത് ജപ്തി ചെയ്യാൻ സർഫാസി നിയമപ്രകാരം നോട്ടീസ് പരസ്യപ്പെടുത്തി. കാർഷിക പ്രതിസന്ധി തടയാൻ സർക്കാർ നടപടി തുടരുന്നതിനിടെയാണ് സർഫേസി നിയമപ്രകാരം ബാങ്കുകൾ ജപ്തി നടപടികളിലേക്ക് കടന്നത്. കോഴിക്കോട് ജില്ലാ സഹകരണ ബാങ്ക് ഇന്ന് മാത്രം 6 പേരുടെ ജപ്തി അറിയിച്ച് പത്രപരസ്യം നൽകി. മഹാപ്രളയത്തിന് ശേഷം കേരളത്തിലെ കാർഷിക മേഖല
ഭീകരമായ ഒരു പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് കേരളത്തിലെ സർക്കാർ ഉത്തരവ് പോലും ലംഘിച്ചുകൊണ്ട് കേരളത്തിലെ ധനകാര്യ സ്ഥാപനങ്ങൾ ജപ്തി നടപടികളായി മുന്നോട്ട് പോകുന്നത്. ഒരു മാസത്തിനിടെ സംസ്ഥാനത്ത് 6 കർഷകർ കടക്കണി മൂലം ജീവനൊടുക്കിയിരുന്നു. പ്രളയക്കെടുതിയെ തുടർന്ന് സംസ്ഥാന സർക്കാർ മൊറട്ടോറിയം പ്രഖ്യാപിച്ചെങ്കിലും ഇത് ബാധകമല്ലെന്നാണ് സഹകരണ വകുപ്പിന്റെ നിലപാട്. കിട്ടാക്കടം തിരിച്ചുപിടിക്കാൻ വയനാട്, ഇടുക്കി, കോഴിക്കോട് ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ ജപ്തി നോട്ടീസുകൾ നൽകിയിട്ടുള്ളത്. കാർഷിക മേഖല സമാനതകളില്ലാത്ത പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുന്നതിനിടെയാണ് ബാങ്കുകൾ ജപ്തി നടപടിയിലേക്ക് നീങ്ങിയിരിക്കുന്നത്. സർഫേസി നിയമപ്രകാരം കുടിശ്ശിക വരുത്തിയവരുടെ സ്വത്ത് പിടിച്ചെടുക്കാനാണ് ബാങ്കുകളുടെ തീരുമാനം. എസ് വിനേഷ് കുമാർ, ന്യൂസ് 18, കോഴിക്കോട്. വെന്തുരുകി കേരളം. ഇന്നും നാളെയും കോഴിക്കോട്ട് ഉഷ്ണതരംഗമുണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. താപനില 5 ഡിഗ്രി വരെ ഒറ്റയടിക്ക് ഉയരുമെന്നാണ് മുന്നറിയിപ്പ്. തൃശൂർ മുതൽ കണ്ണൂർ വരെയുള്ള ജില്ലകളിൽ ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശം. താപനിലയും അന്തരീക്ഷത്തിലെ ബാഷ്പത്തിന്റെ അളവും ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിലാണ് കോഴിക്കോട് ഉഷ്ണതരംഗമുണ്ടാകുമെന്ന മുന്നറിയിപ്പ്. നിലവിലുള്ള കൂടിയ താപനിലയിൽ നിന്ന് 5 ഡിഗ്രി വരെ പൊടുന്നനെ ചൂടുയരുകയും താഴുകയും ചെയ്യും. ഇന്നും നാളെയും കോഴിക്കോട് ജില്ലയിൽ ഉഷ്ണതരംഗത്തിന് സാധ്യതയുണ്ട് എന്നാണ് മുന്നറിയിപ്പ്. തൃശൂർ, പാലക്കാട്, മലപ്പുറം, കണ്ണൂർ ജില്ലകളിലും ഇതിന്റെ ഫലമായി താപനില ഉയർന്നേക്കും. കടലിലെ താപനിലയിലെ ഏറ്റക്കുറച്ചിൽ മൂലമുള്ള എൽനിനോ പ്രതിഭാസമാണ് സംസ്ഥാനത്ത് ചൂട് കൂടാൻ കാരണം. അപകട സാധ്യത കണക്കിലെടുത്ത് മുൻകരുതൽ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. നാളെ ഇതിന്റെ ഏറ്റവും തീവ്രമായ അവസ്ഥയാണുള്ളത്. അത് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. പൊതുജനങ്ങൾ അതിനനുസരിച്ച് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിച്ചിട്ടുള്ള മുന്നറിയിപ്പുകൾ സസൂക്ഷ്മം പാലിക്കേണ്ടതുണ്ട്. രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെ സൂര്യപ്രകാശം നേരിട്ടേൽക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും വിട്ടുനിൽക്കണം. വിദ്യാർത്ഥികളും സ്കൂൾ അധികൃതരും പ്രത്യേകം ശ്രദ്ധ പുലർത്തണമെന്നും നിർദ്ദേശമുണ്ട്. കുടിവെള്ളം എപ്പോഴും കയ്യിൽ കരുതണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിക്കുന്നു. മുന്നറിയിപ്പ് പ്രകാരം വടക്കൻ ജില്ലകളിലുള്ളവർ കൂടുതൽ ജാഗ്രത പുലർത്തണം. ചൂടിനെ പ്രതിരോധിക്കാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും ദുരന്ത നിവാരണ അതോറിറ്റിയും ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കുകയും വേണം. ഉമേഷ് ബാലകൃഷ്ണൻ, ന്യൂസ് 18, തിരുവനന്തപുരം. ഉഷ്ണതരംഗത്തിന്റെ പശ്ചാത്തലത്തിൽ കോഴിക്കോട്ട് കർശന ജാഗ്രതാ നിർദ്ദേശം. പകൽ 11 മുതൽ 3 വരെ തൊഴിലാളികളെ കൊണ്ട് ജോലി ചെയ്യിക്കരുതെന്ന് കർശന നിർദ്ദേശം നൽകിയതായി ജില്ലാ കളക്ടർ സാംബശിവറാവു അറിയിച്ചു. കനത്ത വെയിലിനെ തുടർന്നുണ്ടാകുന്ന ഉഷ്ണതരംഗം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് കോഴിക്കോട് ജില്ലയിലായിരിക്കുമെന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുന്നറിയിപ്പ്. ഇന്ന് 32 ഡിഗ്രിയാണ് കൂടിയ താപനില. നാളെ അത് 35 ഡിഗ്രി വരെയാകാം. ചൂട് കനത്തതോടെ ജനജീവിതം ദുസ്സഹമായി. നല്ലോണം വൈകിട്ട് വേർത്തൊലിക്കുകയാണ്. നല്ല ഒരു വിങ്ങലാണ്. വെയിൽ കൊണ്ട് തള്ളത്തേക്ക് കയറി കഴിഞ്ഞാലും അവിടെ ഒരു വിങ്ങലാണ്. രാവിലെ 11നും വൈകിട്ട് 3നുമിടയിൽ വെയിലേൽക്കുന്നത് പരമാവധി ഒഴിവാക്കണമെന്ന് ജില്ലാ ഭരണകൂടം ജനങ്ങൾക്ക് നിർദ്ദേശം നൽകി. ഈ സമയം തൊഴിലാളികൾ വെയിലിൽ ജോലി ചെയ്യുന്നില്ലെന്ന് ഉറപ്പാക്കാൻ തൊഴിൽ വകുപ്പിന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് ജില്ലാ കലക്ടർ സാംബശിവറാവു അറിയിച്ചു. പ്രകാശം നേരിട്ട് ഏൽക്കുന്നത് പരമാവധി ഒഴിവാക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ പുറത്ത് പോകുമ്പോൾ ഡ്രിങ്കിംഗ് വാട്ടർ ബോട്ടിൽ കയ്യിലുണ്ടാകുന്നു. ഇടയ്ക്കിടയ്ക്ക് ശുദ്ധജലം കുടിക്കാനുള്ള അഭ്യർത്ഥന. സ്കൂളുകളിലും തൊഴിലിടങ്ങളിലും കുടിവെള്ള സൗകര്യം ഉറപ്പാക്കണം. കനത്ത വെയിലുള്ള സമയങ്ങളിൽ സ്കൂൾ അസംബ്ലികളും ഒഴിവാക്കണം. ഹോട്ടലുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും ജനങ്ങൾക്ക് കുടിവെള്ള സൗകര്യമൊരുക്കാൻ സംഘടനകളുമായി ധാരണയിലെത്തിയിട്ടുണ്ടെന്നും ജില്ലാ കലക്ടർ വ്യക്തമാക്കി. ന്യൂസ് 18, കോഴിക്കോട്. ശിവരാത്രിയോടനുബന്ധിച്ച് സംസ്ഥാനത്തിന്റെ വിവിധ ശിവക്ഷേത്രങ്ങളിൽ ആഘോഷങ്ങൾ പുരോഗമിക്കുന്നു. ക്ഷേത്രങ്ങളിൽ പുലർച്ചെ വരെ പ്രത്യേക പൂജകളും ചടങ്ങുകളും നടക്കും. നിരവധി പേരാണ് ക്ഷേത്രങ്ങളിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. ആലുവ മഹാദേവ ക്ഷേത്രത്തിലെ ദീപാരാധന അല്പസമയത്തിനകം നടക്കും. മണപ്പുറത്ത് ആയിരങ്ങളാണ് ബലിതർപ്പണത്തിന് എത്തിയിരിക്കുന്നത്. കോയമ്പത്തൂർ ഈശ ഫൗണ്ടേഷന്റെ ആസ്ഥാനമായ ഈശ യോഗ സെന്ററിൽ മഹാശിവരാത്രി വിപുലമായി ആചരിക്കുന്നു. 112 അടി ഉയരമുള്ള ശിവപ്രതിമയുടെ മുന്നിലൊരുക്കിയ പ്രത്യേക വേദിയിൽ സദ്ഗുരു ജഗി വാസുദേവന്റെ സാന്നിധ്യത്തിൽ പരിപാടികൾ തുടങ്ങി. നാളെ രാവിലെ 6-നാണ് ശിവരാത്രി ആചരണം സമാപിക്കുക. നിർധന യുവതിയുടെ വിവാഹം നടത്തി മാതൃകയായിരിക്കുകയാണ് തിരുവനന്തപുരം വട്ടിയൂർക്കാവിലെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ. പ്രദേശവാസികളായ രമ്യയുടെയും മുത്തുക്കണ്ണന്റെയും വിവാഹമാണ് ഓട്ടോ ഡ്രൈവേഴ്സ് സാംസ്കാരിക സമിതി നടത്തിയത്. വിവാഹവസ്ത്രം, 5 പവൻ സ്വർണ്ണാഭരണങ്ങൾ, മണ്ഡപവും അലങ്കാരങ്ങളും, 1000 പേർക്കുള്ള സദ്യ, ഇവയുടെ എല്ലാ ചിലവും വട്ടിയൂർക്കാവിലെ ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ കൂട്ടായ്മ വഹിച്ചപ്പോൾ പൂവണിഞ്ഞത് രമ്യ എന്ന നിർധന യുവതിയുടെ വിവാഹ സ്വപ്നം.
രമ്യയും മുത്തുക്കണ്ണൻ എന്ന യുവാവുമായുള്ള വിവാഹത്തിന് പൂർണ്ണ ചെലവ് വഹിച്ചതിനു പുറമെ എല്ലാ കാര്യങ്ങളും മുന്നിൽ നിന്ന് നടത്തിയതും ഈ ഓട്ടോ ഡ്രൈവർമാരാണ്. 140ഓളം അംഗങ്ങൾ ഞങ്ങളുടെ കൂട്ടായ്മയിലുണ്ട്. ഞങ്ങളുടെ ഈ കൂട്ടായ്മയിൽ നിന്ന് ഞങ്ങൾക്ക് ഇനിയും നല്ല കാര്യങ്ങൾ ചെയ്യണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. മുത്തുക്കണ്ണനും ഡ്രൈവറാണ്. ഓട്ടോ തൊഴിലാളികളുടെ സന്മനസ്സിനെ കുറിച്ച് പറയുമ്പോൾ വധുവരന്മാർക്ക് നിറഞ്ഞ സന്തോഷം. നടക്കുന്ന ഒരു സ്വപ്നം പോലും ഇല്ലായിരുന്നു. നല്ല സന്തോഷമുണ്ട്. എല്ലാ മാസവും ഒരു ദിവസത്തെ ശമ്പളം ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ ഉന്നമനത്തിനായും ഇവർ ചെലവഴിക്കുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം.